സർ, തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളെല്ലാം പുറത്തായിരിക്കുകയാണ്. യു ഡി എഫിന് ഒരു സമഗ്ര ആധിപത്യമാണ് എല്ലാ മേഖലയിലും, തിരുവിതാംകൂറും കൊച്ചിയിലും എല്ലാ മലബാറിലും എല്ലാ മേഖലയിലും. എന്തൊക്കെയായിരിക്കും യു ഡി എഫിന് ഇത്രമേൽ ശക്തമായ ഒരു തിരിച്ചുവരവിന് കളമൊരുങ്ങിയ കാരണങ്ങൾ? അല്ല, ഇത്ര വലിയ ശക്തമായ ഒരു തിരിച്ചുവരവ് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല, യു ഡി എഫും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്കറിയാലോ, ഇപ്പൊ ഞാനടക്കം നിരവധി ആളുകൾ വിചാരിച്ചിരുന്ന പോലെ, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളോ ബാക്കിയുള്ള പോളുകളോ ഒക്കെ പോലും ഒരു 80-85 സീറ്റുകളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈവൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ആക്സിസ് മൈൻഡ് പോലും 90 സീറ്റാണ് പറഞ്ഞത്. അപ്പൊ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് 100 സീറ്റിലധികം നേടി ഇപ്പൊ യു ഡി എഫ് വിജയിക്കാൻ പോവാണ് നമ്മൾ ഈ എടുക്കുന്ന സമയം, ഇപ്പൊ ഈ 1.5 സമയത്ത്. ഇനി ഈ വിജയത്തിന്റെ പ്രാധാന്യം അത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സീറ്റുകളുടെ നമ്പർ മാത്രമല്ല, അടുത്തത് എൽ ഡി എഫ് വിജയിച്ചേക്കുന്ന സീറ്റുകൾ മൊത്തം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊരു മന്ദമാരുതൻ കൂടി വീശിയാൽ യു ഡി എഫ് 120 സീറ്റിലേക്ക് എത്തും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് നോക്കുമ്പോൾ കെ എൻ ബാലഗോപാൽ ലീഡ് ചെയ്യണേ, പക്ഷെ അത് നിങ്ങൾ അറിയേണ്ടത് 400 വോട്ട് 300 വോട്ടിലൊക്കെയാണ്. പിന്നെ ഒരിടക്ക് മറ്റേ പല ആളുകളും ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കണം വളരെ ചെറിയ ഭൂരിപക്ഷം. മുഖ്യമന്ത്രി വരെ 1100 വോട്ടിനാണ്. മുഖ്യമന്ത്രി 6 റൗണ്ട് പുറകിലായിരുന്നു, 7 റൗണ്ട് പുറകിലായിരുന്നു. അതിനുശേഷം 7ാമത്തെ റൗണ്ടിൽ മുന്നോട്ട് വന്നു, 8ഉം 9ഉം ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ 4000 വോട്ടിന്റെ ഭൂരിപക്ഷം എത്തി. പിന്നെയും അത് പുറകിലേക്ക് പോയി. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു ചെറിയ തിരിച്ചടിയല്ല. കാരണം യഥാർത്ഥത്തിൽ നമ്മളിപ്പോ പറയാം ഒരു മുസ്ലിം ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഒക്കെ ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷെ ആ കൺസോൾട്ടേഷനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ചും CPM-ന്റെ പ്രവർത്തകരുടെയും അവരുടെ വീട്ടുകാരുടെയും തന്നെ വോട്ടുകൾ മാറ്റി കുത്തിയിട്ടുണ്ട്. ഇപ്പൊ മട്ടന്നൂര് കഴിഞ്ഞ തവണ 60,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് പോട്ടെ ഒരു 10,000 വോട്ടിന് ജയിക്കണമെന്ന് അവിടെ ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ നമുക്കറിയില്ല ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടോ. VK സനോജ് 700 വോട്ടുകൾ ലീഡ് ചെയ്യണം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 700 അല്ലെങ്കിൽ 500 വോട്ട് ഇപ്പൊ ഒരിടക്ക് കുറച്ച് സമയത്തേക്ക് മറ്റേ KN ബാലഗോപാൽ ലീഡ് ചെയ്തിരുന്നു, അത് തന്നെ പക്ഷേ 300 വോട്ടാണ്. അപ്പൊ ഇത് ഏത് സമയത്തും വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് LDF-ന്റെ 35 MLA-മാര് ജയിക്കുന്നുണ്ടെങ്കിൽ ജയിക്കുന്നത്. അതേസമയം മറ്റവര് ജയിച്ചേക്കണൊക്കെ വലിയ ഭൂരിപക്ഷങ്ങൾക്കാണ്. മനസ്സിലായി? ഇപ്പൊ G സുധാകരൻ മുതൽ നിരവധി ആളുകൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചേക്കണം. അപ്പൊ അത്തരത്തിൽ ഒരു CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ അണികൾക്കിടയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ ചേണിങ് ഉണ്ടായിരിക്കുന്നു. ഇതിലിപ്പോ നമ്മൾ ഇപ്പൊ മുഴുവൻ കണക്കുകളൊക്കെ പരിശോധിച്ചാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. BJP വോട്ട് പിടിച്ചിട്ടുണ്ടോ, എത്ര വോട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം BJP അവരുടെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് പ്രശ്നമാവും. അങ്ങനെ നിലനിർത്തിയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് സൗത്തിലും നോർത്തിലോ ഏതൊരു സ്ഥലത്തടക്കം ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ BJP 1ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു, അല്ലെങ്കിൽ വലിയ തോതിൽ വോട്ട് പിടിച്ചിരുന്നു. അപ്പൊ BJP-യിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ മുഴുവൻ തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വോട്ടുകൾ BJP-നെ പിടിക്കുകയും ചെയ്തപ്പോഴത്തേക്കും ആകെ തകർന്നു വേണ്ട. ഇപ്പൊ നമ്മളിത് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് BJP 3 സ്ഥലത്താണ് ലീഡ് ചെയ്യുന്നത്. അതൊന്ന് തിരുവനന്തപുരത്താണ്, രണ്ടാമത്തേത് നേമത്താണ്, മൂന്നാമത്തേത് ചാത്തന്നൂരാണ്. അപ്പൊ ചാത്തന്നൂര് കഴിഞ്ഞ 2 തവണ ഒരു സെക്കൻഡ് ആയിരുന്നു ഗോപകുമാറാണ് മത്സരിക്കുന്നത്, അവിടെ ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വലിയ ഒരു ഭരണ വിരുദ്ധ ആന്റി പിണറായി വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനടക്കം മനസ്സിലാക്കിയില്ല, വേറെ ആരും മനസ്സിലാക്കിയില്ല. കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രീപോൾ സർവേകളിൽ മാതൃഭൂമിയുടെയും മനോരമയുടെ എല്ലാ സർവേകളിലും എഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ. അല്ല, മിക്ക സർവേകളിലും എഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല, ചെറിയ എഡ്ജ് LDF-നായിരുന്നു. എന്താ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇനി അത് കഴിഞ്ഞതിന് ശേഷം പോട്ടെ, എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ പോലും 10-ൽ 9 എക്സിറ്റ് പോളും പറഞ്ഞത് ഒരു ചെറിയ ഭൂരിപക്ഷം മാത്രമാണ്. പോട്ടെ, ഏറ്റവും കൂടുതൽ പറഞ്ഞത് 90-ആണ്. സത്യത്തിൽ ഞാൻ നോക്കുന്നത് ഏതാണ്ട് ഒരു 100-ഓ 120 സീറ്റോ UDF ജയിച്ച പ്രതീതിയാണ്. അത് തന്നെ നമ്മൾ ഇനി സൂക്ഷ്മമായി വിലയിരുത്തിയാൽ എന്റെ തോന്നൽ എന്താ വെച്ചാൽ ഒരു 100-ഓ 120-ഓ സീറ്റ് വേണമെങ്കിൽ കുറെ വോട്ടുകൾ BJP കൂടി പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, പിടിക്കാമായിരുന്നു, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമായിരുന്നു. ബംഗാളിനേക്കാൾ കഷ്ടമാകുമായിരുന്നു. അല്ല, അത് വലിയ കഷ്ടമാകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കണക്കിന് ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ 10 കൊല്ലം ഇരുന്നപ്പോഴാണല്ലോ ഇങ്ങനെ സംഭവിച്ചു. ഇനി 5 കൊല്ലം കൂടി അങ്ങനെ ഇരിക്കാതിരുന്നുകൊണ്ട് ഇപ്പൊ പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്പേസ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ വോട്ടുകളൊന്നും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നില്ല. അല്ല, ആ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ താങ്കൾ പറഞ്ഞതുപോലെ ആ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ടിക്ക് കഴിഞ്ഞ 30 കൊല്ലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു സംഭവത്തിന്റെ പുറത്തൊന്നും മാറ്റി ചെയ്യില്ല. അവന് വർഷങ്ങളായി, ഒരു 5-10 കൊല്ലങ്ങളായിട്ടുണ്ടായ അവന്റെ മാനസികമായിട്ടുള്ള വ്യത്യാസം പതുക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചു വരല് കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ കാര്യം ആണ്. ഇപ്പൊ തന്നെ താങ്കൾ അറിയേണ്ടത് ഇപ്പൊ TK ഗോവിന്ദൻ 20,000-ലേക്കും ഭൂരിപക്ഷമുണ്ട് പാർട്ടി കോട്ടയിൽ. ഒന്ന് ആലോചിച്ചു. അപ്പൊ അത് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ കൂടിയാണ്. നമ്മളിനി ഒരു കാര്യം സത്യം പറഞ്ഞാൽ മൊത്തം ജനങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ എതിരായിട്ടുണ്ടായി. അതിന് സംഭവിച്ചൊരു കാര്യം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, CPM
ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ജനം ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറിയതിനെ CPM ഇപ്പൊ അഡ്രസ്സ് ചെയ്തത് ഏറ്റവും ഒടുവിൽ പരസ്യങ്ങളിലൂടെ മാത്രമാണ്. അതേസമയം കഴിഞ്ഞ 5 കൊല്ലമായി പ്രോ BJP ആയിട്ടുള്ള ചാനലുകൾ കൊടുത്തുവിട്ടിട്ടുള്ള ഒരു പിണറായി വിരുദ്ധതയുണ്ട്. ആ വിരുദ്ധത കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ നമ്മളൊക്കെ വിശദമായി അനലൈസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഏറ്റവും ആദ്യത്തെ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. ഇത് കോൺഗ്രസ്സുകാർ ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സീറ്റ് അവർ ജന്മതുപോലും കാരണം ഇപ്പൊ താങ്കളോട് ഞാൻ തുറന്നു പറഞ്ഞപ്പോ നമുക്ക് ഭരണത്തിൽ എന്തായാലും നമ്മൾ വരുവട്ട എന്ന് പറഞ്ഞപ്പോ എന്നെ കുറച്ചുപേര് വിളിച്ചിരുന്നു. എപ്പോഴാണെന്ന് അറിയാമോ? പോസ്റ്റൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോ. കാരണം പോസ്റ്റൽ വോട്ടുകളിൽ സാധാരണ എപ്പോഴും ഇടതുപക്ഷത്തിനാണ് ഒരു മേൽക്കൈ ഉണ്ടാവുന്നത്. പക്ഷെ അതുപോലും ഉണ്ടായില്ല. അപ്പൊ ഭരണത്തിൽ വരും 75-80 സീറ്റ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. മുസ്ലിം ലീഗിന്റെ ഒരു വലിയ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞാൽ 80-85 വരെ മാക്സിമം പോകുള്ളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ അവരെല്ലാരെയും ഞെട്ടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത് 100 സീറ്റിന്റെ അടുത്ത്. 100 സീറ്റ് സത്യം പറഞ്ഞാൽ 100 സീറ്റ് പോലും അല്ലെന്ന് ഞാൻ പറയണ. കാരണം ബാക്കി ഒരു 10-15 സീറ്റുകൾ മിക്കവാറും പോയേക്കണത് 500-600 കടകംപള്ളി സുരേന്ദ്രന്റെ ഭൂരിപക്ഷം നമ്മൾ പരിശോധിച്ചാൽ അതാ പറയാ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും. അതും എവിടെ ത്രികോണ മത്സരം വന്നിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ അറിയണത്. മനസ്സിലായി? ഇപ്പൊ വർക്കല ജോയി, അതുപോലെ തന്നെ വി ജോയി, വർക്കലയിൽ വി ജോയി, അപ്പൊ അതുപോലെയുള്ള ആളുകൾ വളരെ ചെറിയ ഭൂരിപക്ഷം ഉള്ളൂ. പിന്നെ ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, ധർമ്മടത്ത് 7 റൗണ്ട് വരെ പുറകിൽ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊന്നും സംസാരിക്കും. ധർമ്മടത്ത് പിണറായി തോറ്റു. ഞാൻ പറഞ്ഞ പിണറായി തോറ്റല്ല എന്റെ അതിശയം. പിണറായി തോക്കാൻ സാധ്യതയില്ല ഇപ്പൊ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ജയിക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അത് പിണറായി തോറ്റു, റിയാസ് ജയിച്ചു. റിയാസ് പക്ഷെ വേറെ കാര്യം, കഴിഞ്ഞ ഭൂരിപക്ഷം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ മുഹമ്മദ് റിയാസിന് ഒരു വലിയ ഗുണം ഉണ്ടായിട്ടുണ്ട്. അത് കൺസിസ്റ്റന്റ് ആയി നിലനിർത്തിയിട്ടുണ്ട്. ഒരു തെക്കൽ പോലും പുറകെ പോയില്ല. പിന്നെ അതിന് മറ്റു പല കാരണങ്ങൾ കൂടി ഉണ്ട്. അത് മുഹമ്മദ് റിയാസിന് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായാലും മുഹമ്മദ് റിയാസിന് അനുകൂലമായിട്ട് അത് വരും ചില കാര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് കൂടിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അൻവറും ആ വിഭാഗത്തിൽപ്പെട്ട അതെ. പക്ഷെ PV അത് സത്യം പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ അതിശയം കൂടിയാണ്. കാരണം PV അൻവർ ഈ തരംഗമുണ്ടായത് യഥാർത്ഥത്തിൽ ഇപ്പൊ 100 സീറ്റ് നേടിയാൽ PV അൻവർ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതും സംഭവിച്ചില്ല. പിന്നെ ജനം വളരെ കൃത്യമായി ഓരോരുത്തരെ ഇതുപോലെ തെരഞ്ഞു പിടിച്ച് ചില നടപടികൾ കൊടുത്തിട്ടുണ്ട്. PK ശശിയെ തോപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മണലൂരിൽ TN പ്രതാപൻ ഇപ്പൊ മുമ്പിലാണ്. പക്ഷെ TN പ്രതാപൻ വലിയ പുറകിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഒറ്റടിക്ക് ഒരു കാര്യം പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, CPM-നെ സംബന്ധിച്ച് CPM ഇനിയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ശ്രദ്ധിക്കുകയും അവിടെ ആളുകളെ വളർത്തിയെടുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അടപടലം. അല്ല, ഇത് മാത്രമല്ല, നമ്മളെ ഈ പാർട്ടിയുടെ പ്രവർത്തകരോട് അവരെ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് യഥാർത്ഥ പാട്. അവർ തോറ്റു എന്നുള്ളത് അവർ സമ്മതിക്കില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയ അതൊക്കെ അവർ പുറത്ത് സമ്മതിക്കാത്തതാണ്. അവരുടെ അകത്ത് അവർ ഭയങ്കരമായിട്ട് ചർച്ച നടത്തുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പുദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഞാൻ ഇവരുടെ പല വലിയ നേതാക്കളോട്, ഞാൻ പേര് പറയുന്നില്ല, അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ശരിക്കും 1 മണിക്കൂർ തന്നെ കേൾക്കാൻ തയ്യാറാവുകയും എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയും ചെയ്തു. അത് നമ്മൾ പുറമേ എന്നാൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ചെയ്യില്ല, ഇവര് ചെയ്യും. ഇവര് പക്ഷെ പുറമെയാണ് മറ്റേ പരിചയം എടുത്ത് വെക്കുക എന്നത്. ഞങ്ങള് തോറ്റിട്ടില്ല എന്നുള്ള താത്വികമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, അവലോകനം ചെയ്യുന്നത്. അല്ലാതെ മറ്റേ ഇതില് മറ്റവരങ്ങനെയല്ല. മറ്റവര് താങ്കൾ അറിയേണ്ടത് ഇപ്പൊ നാളെ പിണറായിനെ കണ്ടാൽ പിണറായി നമ്മൾ 20 മിനിറ്റ് സമയമുണ്ടെന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് 18 മിനിറ്റ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കും. മിക്കവാറും നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ചിലപ്പോൾ സംശയങ്ങൾ ചോദിക്കും. അപ്പൊ ഈ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം. ഞാൻ ഇന്ന് ഒരു കാര്യം പറഞ്ഞപ്പോ CPM-ന്റെ ഓഫീസിൽ ശരിക്കും എന്നെ പിടിച്ചിരുത്തി ചായ നിന്ന് വളരെ കൃത്യമായിട്ട് 1 മണിക്കൂർ കേട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഓഫീസിലെ പയ്യന്റെ പോലെ ഒരു ഡീറ്റെയിൽസ് എന്ത് ചെയ്തു, നോട്ട് ചെയ്ത് എടുത്തു. അപ്പൊ അതൊക്കെ ചെയ്യും, അതൊക്കെ ഉള്ളിൽ ചെയ്യും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പക്ഷെ ഉള്ളിൽ ചെയ്യുമെങ്കിൽ പോലും ഈ കാതലായ തിരുത്തൽ വരുത്തൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM തേടിയിരിക്കുന്നത് ബംഗാളിന്റെ ഒരു അവസ്ഥയാണ്. അല്ല, കാരണം എന്താണെന്നറിയാം, അത് ഈ നമ്മുടെ ഒരു പാർട്ടി ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ ലോക്കൽ തലം മുതൽ ഏരിയ തലം മുതൽ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ഒരു സമീപനം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ്. കാരണം നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ പിണറായി വിജയൻ നമ്മൾ നേരിട്ടൊന്നും കാണുന്നില്ല, അതൊരു പ്രതീതി നിർമ്മാണം നടത്തുകയാണ് ചെയ്യണത് ഈ സോഷ്യൽ മീഡിയയിലൂടെ. അത് ഇവര് ഭംഗിയായി ചെയ്തു. അത് സത്യത്തിൽ പ്രോ BJP ചെയ്തു. പക്ഷെ BJP-യുടെ ആ അഡ്വാൻറ്റേജ് ഇത്തവണ കോൺഗ്രസിന് കിട്ടിയെന്നേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ തന്നെ നമുക്കറിയാലോ, ഇപ്പൊ
ചില ആളുകൾ നമ്മുടെ അടുത്ത് ഒരു ധാർഷ്ട്യം കാണിക്കുന്നു പറഞ്ഞാൽ അവർ പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിൽക്കുന്നവരാണെങ്കിൽ അവർ ധാർഷ്ട്യം കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇത് അവർ ഈ പാർട്ടി ഉപയോഗിച്ച് വലിയ സമ്പന്നരാവുകയും തൊട്ട് വീടിന്റെ അടുത്തുള്ള ആളുകൾ തന്നെ ഇന്നോവ കാറിൽ നടക്കുകയൊക്കെ ചെയ്യുകയും പിന്നെ അവർ നമ്മളോട് ധാർഷ്ട്യം കാണിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടില്ല. അത് ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് CPM-നകത്ത് ഭയങ്കരമായി വർദ്ധിച്ചു. ആ വർദ്ധിച്ചതിനെയൊക്കെ CPM ഒരു സുപ്രഭാതത്തിൽ നാളെ രാവിലെ എങ്ങനെ തിരുത്തും എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ചോദ്യമാണ്. മനസ്സിലായോ? അപ്പൊ അത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇനി കാത്തിരുന്ന് കാണും.